സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പരിഹാസ്യരാവുകയാണ് CPM. വിദ്യാഭ്യാസ വിചക്ഷണനായ TP ശ്രീനിവാസനെ തല്ലി വീഴ്ത്തിയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. തീരുമാനത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസമാണ് CPM നേരിടുന്നത്. നയവ്യത്യാസത്തെ ന്യായീകരിക്കാൻ നേതൃത്വം പാടുപെടുകയാണ്. സ്വകാര്യ സർവകലാശാലയെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ നിയമസഭയിലെ ശീതീകരിച്ച മുറിയിലിരുന്ന ഏറ്റവും കൂടുതൽ വേർക്കുന്നത് ഇടത് യുവജന MLA-മാരാണ്. വി ശിവൻകുട്ടി, KN ബാലഗോപാൽ, P രാജീവ്, MB രാജേഷ്, മുഹമ്മദ് റിയാസ് തുടങ്ങി മന്ത്രിമാരും സ്പീക്കർ AN ഷംസീറും KV സുമേഷ്, V വിജിൻ, KN സച്ചിദേവ് തുടങ്ങി MLA-മാരും SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമായി ഇരുന്നവരാണ്. കേരളത്തിലും രാജ്യത്തും വിദ്യാഭ്യാസ മേഖലയിൽ വന്ന ന്യൂനതമായ മാറ്റങ്ങളെ എതിർത്തവരും. ഇന്ന് ഇവർ കൂടി ഭാഗമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തന്നെ സ്വകാര്യ സർവകലാശാലയെ കേരളത്തിലേക്ക് ഇരുകൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ പരിഹാസരായി നിൽക്കേണ്ടി വരികയാണ്. നവമാധ്യമങ്ങളിൽ പ്രതിപക്ഷവും രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം ഇവർ നടത്തിയ പ്രസംഗങ്ങളെയും സമരങ്ങളെയും പരിഹസിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖല കച്ചവടം ചെയ്യാൻ മിസ്റ്റർ ഉമ്മൻചാണ്ടി നിങ്ങൾക്കും അബ്ദുറബിനും എത്ര കോടികൾ കിട്ടിയെന്ന് ഈ പ്രസ്ഥാനം നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഈ വിദ്യാഭ്യാസ മേഖല കച്ചവടം ചെയ്തു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവസാന നിമിഷം എല്ലാം വിറ്റുവിലച്ച് പോകാമെന്ന ഉമ്മൻചാണ്ടി, അബ്ദുറബ്, നിങ്ങളുടെ വ്യാമോഹത്തിനെതിരായി ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും അതുവരെയുള്ള സമരം ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. നടത്തിയ സമരങ്ങളെയും വിളിച്ച മുദ്രാവാക്യങ്ങളെയും പറഞ്ഞ കാര്യങ്ങളെയും എല്ലാം തള്ളിപ്പറഞ്ഞ സ്വകാര്യ സർവകലാശാലയ്ക്ക് വേണ്ടി വാദിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. ഭരണം മാറുമ്പോഴുള്ള നയവ്യത്യാസമാണ് വിദ്യാഭ്യാസ വിചക്ഷണനായ TP ശ്രീനിവാസനെ തല്ലി വീഴ്ത്തിയതിലടക്കമുള്ള ഏറ്റുപറച്ചിലും. പിന്നെ സ്വകാര്യ സർവകലാശാല വേണമെന്ന് വാദിക്കുമ്പോൾ കേരളത്തിലെ സർവകലാശാലകളിലെ ഗുണനിലവാരത്തെ പറ്റിയും ഈ സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പരിശോധിക്കേണ്ടതുമാണ്. മാറ്റമില്ലാത്തത് മാറ്റങ്ങൾക്ക് മാത്രമാണ്. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷം തക്കം പോലെ തരം പോലെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അവർ പുതിയ പുതിയ അടവു നയങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അഖിൽ പാലോട്ടുമഠം, ജനം, കൊച്ചി.